നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. GST നിരക്കിലെ മാറ്റം നിയമവിരുദ്ധമെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമര കരീം. മാറ്റം ട്രംപിനെ തൃപ്തിപ്പെടുത്താൻ. മുഖ്യമന്ത്രി അയ്യപ്പ ഭക്തനാണെന്ന അഭിപ്രായം വെള്ളാപ്പള്ളിയുടേത്. പിണറായി വിജയൻ മാർക്സിസ്റ്റാണെന്നും എളമര കരീം. പശ്ചാത്തല മേഖലയിലെ വികസനത്തിൽ കേരളം ചരിത്രപരമായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തൃത്താല മണ്ഡലത്തിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച കാലടി ആനക്കര റോഡ് നാടിന് സമർപ്പിച്ചു. ആത്മാഭിമാന സംഗമവുമായി KSKTU. പെൻഷൻ കൈക്കൂലിയല്ല അവകാശമാണെന്ന പ്രഖ്യാപനവുമായി വിവിധ കേന്ദ്രങ്ങളിൽ സംഗമങ്ങൾ. അമ്പലപ്പാറ പിലാത്തറയിൽ മൈനോറിറ്റി കോൺഗ്രസിന്റെ ഗാസ ഖത്തർ ഐക്യദാർഢ്യ റാലി. വാർത്തകൾ വിശദമായി. GST നിരക്കിലെ മാറ്റം നിയമവിരുദ്ധമെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമര കരീം. ട്രംപിനെ തൃപ്തിപ്പെടുത്താനാണ് ഈ മാറ്റം. മുഖ്യമന്ത്രി അയ്യപ്പ ഭക്തനല്ല, മാർക്സിസ്റ്റാണെന്നും ഭക്തനാണെന്ന അഭിപ്രായം വെള്ളാപ്പള്ളിയുടേതാണെന്നും എളമര കരീം പാലക്കാട്ട് പറഞ്ഞു. കേരളത്തിന് നാശം വിതയ്ക്കുന്നതാണ് GST മാറ്റമെന്നും എളമരം കരീം പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചത് CPM അല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. വിശ്വാസം സംരക്ഷിക്കാൻ ഭരണഘടനയ്ക്കുള്ളിൽ നിന്ന് ചെയ്യാവുന്നത് സർക്കാർ ചെയ്യും. ക്രൈസ്തവ മുസ്ലിം സംഗമങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഇതൊക്കെ വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും എളമരം കരീം പറഞ്ഞു. ശബരിമലയുടെ വികസനമാണ് അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിച്ചത്. അയ്യപ്പ സംഗമത്തിലെ സെമിനാർ തുടങ്ങുന്ന സമയത്തെ ആളൊഴിഞ്ഞ കസേരയുടെ ചിത്രമാണ് പ്രചരിപ്പിച്ചതെന്നും എളമരം കരീം പറഞ്ഞു. പിണറായി വിജയൻ മാർക്സിസ്റ്റാണ്, ഭക്തനാണെന്ന അഭിപ്രായം വെള്ളാപ്പള്ളിയുടേതാണ്. പിണറായി ഇടതുപക്ഷ മൂല്യമാണ് ഉയർത്തിപ്പിടിക്കുന്നതെന്നും എളമരം കരീം കൂട്ടിച്ചേർത്തു. GST കൗൺസിൽ എന്ന് പറയുന്ന ബോഡിയാണ് നികുതി നിരക്കുകൾ നിശ്ചയിക്കുന്നത്, മാറ്റം വരുത്തണമെങ്കിൽ ആലോചിക്കുന്നത്. ഇവിടെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയാണ് GSTയിൽ മാറ്റം വരുത്തുമെന്ന്. അത് നിയമവിരുദ്ധമായ നടപടിയാണ്. ഈ ആഗോള അയ്യപ്പ സംഗമം CPMുമായി ബന്ധപ്പെടുത്തേണ്ട, അത് ഒരു നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തതാണ്. നിങ്ങൾക്കറിയില്ല, ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് തീർത്ഥാടകരുടെ സൗകര്യത്തിന് വേണ്ടി എന്തെല്ലാം പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്? ആരെങ്കിലും വിവാദമാക്കിയിട്ടുണ്ടോ? ഹജ്ജ് ആദ്യത്തെ ഫ്ലൈറ്റ് പോകുമ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരൊക്കെ പോകാറുണ്ട്. വലിയ സമ്മേളനമായി അത് ചേരാറുണ്ട്. ഹജ്ജ് ഹൗസുകൾ ഉണ്ടാക്കാറുണ്ട്. ഏതെങ്കിലും മതത്തെ പീഡിപ്പിക്കാനാണ് അതൊക്കെ ചെയ്യുന്നത്? അതിനെ മതവൽക്കരിക്കുന്നത് എങ്ങനെ, എത്രമാത്രം പ്രത്യാഘാതങ്ങളുണ്ടാവും? ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പശ്ചാത്തല മേഖലയിലെ വികസനത്തിൽ കേരളം ചരിത്രപരമായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തൃത്താല മണ്ഡലത്തിൽ ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച കാലടി ആനക്കര റോഡ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് 8000 കിലോമീറ്റർ ദൂരം പൊതുമരാമത്ത് റോഡുകൾ ആധുനിക രീതിയിൽ നവീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞു. 13,000 കോടി രൂപയാണ് അതിനുവേണ്ടി വിനിയോഗിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ഒരിക്കലും നടക്കില്ലെന്ന് പലരും കരുതിയ വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ദേശീയപാത വികസനം അതിനൊരു ഉദാഹരണം മാത്രമാണ്. തീരദേശ ഹൈവേ കൂടി പൂർണ്ണമാകുന്നതോടെ കേരളത്തിൻ്റെ വാണിജ്യ വിനോദസഞ്ചാര മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആകെയുള്ള 30,000 പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ, 30,000 കിലോമീറ്റർ റോഡുകൾ. ആ റോഡുകളിൽ 50% റോഡുകളിലും BMNBC നിലവാരത്തിൽ നവീകരിക്കുമെന്നതായിരുന്നു ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ പ്രഖ്യാപിച്ചത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് BMNBC. ദീർഘകാലം ഈട് നിൽക്കും, ചെലവ് കൂടുതലാണ്. എന്നാൽ 5 വർഷം കൊണ്ട് 50% റോഡുകൾ BMNBC ആക്കുമെന്നുള്ള ലക്ഷ്യം 4.25 വർഷം കൊണ്ട് പൂർത്തിയാക്കാനായി എന്ന സന്തോഷപരം നിങ്ങളെ അറിയിക്കുകയാണ്. പാലങ്ങളുടെ കാര്യത്തിലും നമുക്ക് ഇതുപോലെ മുന്നേറ്റം സൃഷ്ടിക്കാനായി. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയാണ് പൊതുമരാമത്ത് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. തൃത്താല നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ വികസന നിർദ്ദേശങ്ങളാണ് ബഹുമാന്യനായ മന്ത്രി ശ്രീ MP രാജേഷ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ആ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ പിന്തുണ ഇന്നലെ വരെ നൽകിയതുപോലെ തുടർന്നും നൽകി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് കൂടെ ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയ തൃത്താലയെ സൃഷ്ടിക്കുന്നതിനായി നൂതന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി MP രാജേഷ് പറഞ്ഞു. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PK മിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ, ആനക്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ബാലചന്ദ്രൻ, PC രാജു, പഞ്ചായത്ത് അംഗം P സാലിഹ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MP കൃഷ്ണപ്രസാദ്,
വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അന്തരിച്ച തൃശൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ ആദ്യഘട്ട സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയായി. ഏറെ വർഷങ്ങൾ അദ്ദേഹം കുർബാന അർപ്പിച്ച ഡോളേഴ്സ് ബസിലിക്ക ചർച്ചിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. പൊതുദർശനത്തിന് ശേഷം നടന്ന നഗരികാണിക്കൽ യാത്രയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ശേഷം വൈകിട്ട് ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ മൃതദേഹം എത്തിച്ചു. തിങ്കളാഴ്ച രാവിലെ 9:30 രണ്ടാം ഘട്ട ശുശ്രൂഷ ആരംഭിച്ചു. ഉച്ചയോടെ മൃതദേഹം സംസ്കാരത്തിനായി കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. ഞായറാഴ്ച ഡോളേഴ്സ് ബസിലിക്ക ദേവാലയത്തിലും ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിലും നടന്ന പൊതുദർശനത്തിൽ നിരവധി പ്രമുഖരാണ് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയത്. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, ആർച്ച് ബിഷപ്പ് മാർ പ്രിൻസ് പാണങ്ങോടൻ, മാർ ബോസ്കോ പുത്തൂർ, മാർ ടോണി നീലേങ്കാവിൽ എന്നിവർ പ്രാർത്ഥനകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വിശ്വാസികളും സാമൂഹിക രാഷ്ട്രീയ പ്രമുഖരും ഇതര സഭാപിതാക്കന്മാരും ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. മേയർ MK വർഗീസ്, കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവരും ആദരാഞ്ജലി അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കർഷക തൊഴിലാളി യൂണിയൻ കേരളശ്ശേരി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം നടത്തി. പെൻഷൻ കൈക്കൂലിയല്ല അവകാശമാണെന്ന മുദ്രാവാക്യവുമായിട്ടാണ് സമ്മേളനം നടന്നത്. പെൻഷൻ വാങ്ങുന്നവരും കർഷക തൊഴിലാളികളും ചടങ്ങിൽ പങ്കെടുത്തു. KSKTU ജില്ലാ പ്രസിഡന്റ് TN കണ്ടമുത്തൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഓണത്തിന് മുമ്പ് 2 മാസത്തെ പെൻഷൻ വാങ്ങിയ ഭൂരിപക്ഷം പേരും ഇവിടെ ഇരിക്കുന്നവരുണ്ട് എന്നാണ്. അപ്പോൾ സത്യമാണോ നുണയാണോ എന്നുള്ളത് നമുക്ക് കോൺഗ്രസ്സുകാരോടും BJPക്കാരും ചോദിക്കണം. ആര് ചോദിക്കണം? നിങ്ങൾ ചോദിക്കണം. അവർ നിർത്താൻ പോകുന്നു എന്നതാണ് ഇപ്പോഴുള്ള വർത്തമാനം. അപ്പോൾ നിർത്താൻ അനുവദിച്ചുകൂടാ. ഇത് സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് അവരോട് പറയാൻ കഴിയും. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ പറയുക? PK രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PC ജയരാജ്, അഡ്വക്കേറ്റ് KA ബാലസുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ, ഉണ്ണികൃഷ്ണൻ പൂന്താനം എന്നിവർ സംസാരിച്ചു. പിലാത്തറയിൽ കേരള പ്രദേശ് കോൺഗ്രസ് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ഗാസ ഖത്തർ ഐക്യദാർഢ്യ റാലി നടത്തി. പിലാത്തറ മുതൽ മുരുക്കുമറ്റ വരെയായിരുന്നു റാലി. രാഹുൽ ഗാന്ധി സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്, സാമ്രാജ്യത്വം തുലയട്ടെ. തുടർന്ന് നടന്ന ഐക്യദാർഢ്യ യോഗം മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അസീസ് പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു. MP മുജീബ് അധ്യക്ഷത വഹിച്ചു. KK സാജൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി KP മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി. ഗിരീശൻ മാസ്റ്റർ, PS ജഗദീഷ് ശങ്കർ, അബൂബക്കർ സിദ്ദിഖ്, K കബീർ, K ബഷീർ, P സൂര്യനാരായണൻ, K ഷമീർ, P അബ്ദുൾ ഖാദർ, CP നജീബ് എന്നിവർ പ്രസംഗിച്ചു. പാലക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ഭരണസമിതിയിലേക്ക് LDF പാനൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രഥമ ഭരണസമിതി യോഗത്തിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനായി S സുഭാഷ് ചന്ദ്രബോസിനെ തിരഞ്ഞെടുത്തു. ഡോക്ടർ P ജയദാസൻ തടുക്കശ്ശേരി, K വിജയൻ പറളി, K ദേവദാസ് പുൽപ്പുള്ളി, P പ്രമോദ് നഗരിപ്പുറം, KB സുധീർ മങ്കര, PV വിജയൻ, A വിനോദ്, K ഉഷ, ഗീത സതീഷ്, P ബാബു എന്നിവരാണ് ഭരണസമിതി അംഗങ്ങൾ. തിരഞ്ഞെടുപ്പിൽ പാലക്കാട് നടന്ന സഹകരണ അസിസ്റ്റന്റ് ഡയറക്ടർ M വിശ്വം ഭരണാധികാരിയായിരുന്നു. ഒറ്റപ്പാലത്ത് കൃഷിക്കും മനുഷ്യജീവനും ഭീഷണിയായ കാട്ടുപന്നികളെ കൊന്നൊടുക്കി. അംഗീകൃത ഷൂട്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു നടപടി. 15 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ 24 കാട്ടുപന്നികളെയാണ് കൊന്നൊടുക്കിയത്. ഒറ്റപ്പാലം നഗരസഭയിലെ വരോട്, പനമണ, കണ്യമ്പുറം, മായന്നൂർ പാലം പരിസരം, കോലോത്തുപറമ്പ്, ആപ്പേപ്പുറം, അഴിക്കിലപ്പറമ്പ്, കിഴക്കേക്കാട് തുടങ്ങിയ വിവിധ പ്രദേശങ്ങളായിരുന്നു കാട്ടുപന്നിവേട്ട നടന്നത്. അലി നെല്ലേങ്കര, ചന്ദ്രൻ വരിക്കത്ത്, ദേവകുമാർ വരിക്കത്ത്, VJ തോമസ്, ഇസ്മയിൽ താഴേക്കോട്, മുഹമ്മദ് അലി മാത്തേങ്ങിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വേട്ട നടത്തിയത്. 15 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് 24 കാട്ടുപന്നികളെ കൊന്നൊടുക്കിയത്. തുടർന്ന് നഗരസഭയുടെ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ സംസ്കരിച്ചു. വിവിധ പ്രദേശങ്ങൾ, അതായത് ഈസ്റ്റ് ഒറ്റപ്പാലം, കണ്ണിയാമ്പുറം, പനമണ്ണ വായനശാല, പനമണ്ണ സൗത്ത് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ഇന്നലെ വൈകിട്ട് മുതൽ തുടങ്ങിയ കാട്ടുപന്നികളെ വേട്ടയാടുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 24 എണ്ണത്തിനാണ് ഇന്ന് നെല്ലേങ്കര അലി എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലുള്ള ഷൂട്ടിംഗ് ടീം കാട്ടുപന്നികളെ ഷൂട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്.
നിരവധി തവണയായി ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്ത് ഈ കാട്ടുപന്നികളുടെ ആക്രമണം നടത്തി ഈ കൃഷിയെല്ലാം നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും മുഖ്യമന്ത്രിക്കടക്കം പരാതികൾ പോയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് മിക്ക കൗൺസിലുകളിലും ജനപ്രതിനിധികൾ ഈ പരാതി ലഭിച്ചതിനെ തുടർന്ന് വീണ്ടും നമ്മൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത് തുടരെ, കാരണം ഇതിൻ്റെ ഈ കാട്ടുപന്നികൾ കൂടുതലായിട്ട് ഇതിൻ്റെ ശല്യം കൂടുന്നുണ്ടെന്ന് പറഞ്ഞിടത്തോളം അടിയന്തരമായിട്ട് ഇതിൽ നടപടി കൈക്കൊള്ളണമെന്ന് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സണോട് ആവശ്യപ്പെട്ടിരുന്നു. നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് നടപടി. നഗരസഭാ അധികൃതരും ഒറ്റപ്പാലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടറും ഉൾപ്പെടുന്ന സംഘം നടപടികൾ ഏകോപിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്, ലൈഫ് വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ് എന്ന ആശയവുമായി ഓങ്ങല്ലൂരിൽ KSKTU ആത്മാഭിമാന സംഗമം. KSKTU ജില്ലാ സെക്രട്ടറി വി ചെന്താമരാക്ഷൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയൻ നയിക്കുന്ന ജനകീയ സർക്കാരിന് കരുത്തു പകരാനും സംഗമം ആഹ്വാനം ചെയ്തു. ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു KSKTU ഓങ്ങല്ലൂർ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചത്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്, ലൈഫ് വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ് എന്ന തലക്കെട്ടിലായിരുന്നു ആത്മാഭിമാന സംഗമം. KSKTU ജില്ലാ സെക്രട്ടറി വി ചെന്താമരാക്ഷൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നാട്ടമ്പറമ്പിലെ പാവപ്പെട്ട മനുഷ്യർ എന്ന രാഷ്ട്രീയ ആശയമാണ് കർഷകത്തൊഴിലാളി യൂണിയൻ ഉയർത്തിപ്പിടിക്കുന്നത്. 980 സഖാവ് നായനാർ കേരളത്തിൽ ക്ഷേമ പെൻഷൻ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞ നേതാവിൻ്റെ വലിയ നേതാവായിരുന്നു അന്ന് കേരളത്തിൽ പ്രതിപക്ഷത്തുണ്ടായിരുന്നു. പേര് പറഞ്ഞാൽ അറിയില്ല, പ്രായമായ ആളുകൾക്കായതുകൊണ്ട് നല്ല നിശ്ചയമാണ്. K. കരുണാകരൻ. K എന്ന് പറയുന്നത് എന്താണ് വെച്ചതുകൊണ്ട് ഞാൻ പറയുന്നത്. കരുണാകരൻ അന്ന് നിയമസഭയിൽ പറഞ്ഞത്, പെൻഷൻ കൊണ്ടുവരുമ്പോൾ നായനാരോട് പറഞ്ഞത്, ഈ പെൻഷൻ അനാവശ്യമാണ്, ഉൽപാദനപരമല്ല. 2, 3 ഇത് മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിൽ പോയ ആളുകൾക്ക് കൊടുത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ അതിനപ്പുറത്ത് ചിലത് പറഞ്ഞിട്ടുണ്ട്. കരുണാകരൻ വെച്ചുപോയതുകൊണ്ട് ചിലത് പറയുന്നുണ്ട്. അങ്ങനെയാണ് കരുണാകരൻ അതിനെ എതിർക്കുന്നത്. അപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് നായനാർ പറഞ്ഞോ, നായനാരാണ് പറഞ്ഞത്, ഞാൻ പറയല്ല, നായനാർ പറഞ്ഞു, എടോ കരുണാകര, നീ ചിന്തിക്കുന്നത് പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത്. KSKTU ഏരിയ പ്രസിഡന്റ് VC ദേവദാസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി M ശങ്കരൻകുട്ടി, CPM LC സെക്രട്ടറി AM നാരായണൻ, PK ചെല്ലുക്കുട്ടി, M രവീന്ദ്രൻ, VC ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പിണറായി വിജയൻ നയിക്കുന്ന ജനകീയ സർക്കാരിന് കരുത്തു പകരാൻ സംഗമം ആഹ്വാനം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. GST നിരക്കിലെ മാറ്റം നിയമവിരുദ്ധമെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമര കരീം. മാറ്റം ട്രംപിനെ തൃപ്തിപ്പെടുത്താൻ. മുഖ്യമന്ത്രി അയ്യപ്പ ഭക്തനാണെന്ന അഭിപ്രായം വെള്ളാപ്പള്ളിയുടേത്. പിണറായി വിജയൻ മാർക്സിസ്റ്റാണെന്നും എളമര കരീം. പശ്ചാത്തല മേഖലയിലെ വികസനത്തിൽ കേരളം ചരിത്രപരമായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തൃത്താല മണ്ഡലത്തിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച കാലടി ആനക്കര റോഡ് നാടിന് സമർപ്പിച്ചു. ആത്മാഭിമാന സംഗമവുമായി KSKTU. പെൻഷൻ കൈക്കൂലിയല്ല, അവകാശമാണെന്ന പ്രഖ്യാപനവുമായി വിവിധ കേന്ദ്രങ്ങളിൽ സംഗമങ്ങൾ. അമ്പലപ്പാറ പിലാത്തറയിൽ മൈനോറിറ്റി കോൺഗ്രസിന്റെ ഗാസ ഖത്തർ ഐക്യദാർഢ്യ റാലി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.